സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുകയാണ്. തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിവരെ 44,093 പേർ ദർശനം നടത്തി. മണ്ഡലകാലം ആരംഭിച്ചതിന് ശേഷം ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം 5 ലക്ഷം കവിഞ്ഞു. കേന്ദ്രസേന റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും സന്നിധാനത്ത് ചുമതലയേറ്റു. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു. പ്രവീൺ, അവിടുത്തെ നടപടിക്രമങ്ങളെല്ലാം കൃത്യമായി തന്നെ നടക്കുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പോൾ ദിവസങ്ങളെ ആകുന്നുള്ളൂ. 5 ലക്ഷം പേർ ഇതിനോടകം തന്നെ ദർശനം നടത്തിയല്ലേ? അപ്പോൾ ഇന്ന് ദർശനം നടത്തിയവർ എങ്ങനെയാണ്? തിരക്ക് നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ടോ? എന്താണ് അവിടുത്തെ കാഴ്ചകൾ? വിശദാംശങ്ങൾ എന്താണ്? റോഷ്നി, ശബരിമലയിൽ സന്നിധാനത്ത് ഇപ്പോൾ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. മഴ തീർത്ഥാടകരെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം പമ്പയിൽ നിന്നും മല കയറുമ്പോൾ മഴയുണ്ടെങ്കിൽ അത് അവരുടെ മലകയറ്റത്തെ അല്പം ദോഷകരമായി ബാധിക്കും. ഇപ്പോൾ നമുക്ക് ഈ 18 പടിക്ക് താഴെ ദൃശ്യം കാണാം. തിരക്ക് നിയന്ത്രണ വിധേയമാണ്. പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഇപ്പോൾ സന്നിധാനം ഉള്ളത്. തിരക്ക് പൂർണ്ണമായും നിയന്ത്രണ വിധേയം തന്നെയാണ്. ഒപ്പം തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും കേന്ദ്രസേന കൂടി എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം, അതായത് 1 മണി മുതൽ 2 മണി വരെയുള്ള സമയം 51,991 പേർ ദർശനം നടത്തി കഴിഞ്ഞു. 1,00,000-ലധികം പേർ ഇന്ന് രാവിലെ പുലർച്ചെ 3-ന് നട തുറന്നതിന് ശേഷം ദർശനം നടത്തി കഴിഞ്ഞു. 2 മണി മുതൽ 3 മണി വരെയുള്ള 1 മണിക്കൂർ സമയം 2,061 പേർ ദർശനം നടത്തി. അത് തീരെ ചെറിയൊരു നമ്പറാണ്. കാരണം ആ സമയം നട അടച്ചിട്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ 3 മണിക്ക് നട തുറന്നിട്ടുണ്ട്. ഇപ്പോൾ 18 പടി ചവിട്ടി അയ്യപ്പന്മാർ കയറി പോകുന്നത് കാണാം. നമ്മൾ പല അയ്യപ്പ ഭക്തരുമായും സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു തിരക്കൊഴിച്ചാൽ അതിനുശേഷം സുഗമമായിട്ടുള്ള ദർശനം നടത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് കൂടി വന്നതോടെ പോലീസ് സേനയും ആത്മവിശ്വാസത്തിലാണ്. 140 പേരടങ്ങുന്ന റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് സംഘമാണ് എത്തിയിട്ടുള്ളത്. ഇവരിപ്പോൾ 13 പോയിന്റുകളിലായി ഈ RIF-നെ വിന്യസിച്ചിട്ടുണ്ട്. അത് 2 ഷിഫ്റ്റിലായിട്ട് അവർ ജോലി ചെയ്യുന്നുണ്ട്. ഒരു ഷിഫ്റ്റിൽ 36 പേർ കാണും. കൂടാതെ ഒരു അടിയന്തര സാഹചര്യം വന്നു കഴിഞ്ഞാൽ പ്രത്യേക പരിശീലനം ലഭിച്ച 10 പേർ 24 മണിക്കൂറും അവർ ഡ്യൂട്ടിയിലുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് RIF-ന്റെ ഒരു സാന്നിധ്യം വലിയ ആശ്വാസകരമാണ്. ഇപ്പോൾ കൂടുതലും വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത അയ്യപ്പ ഭക്തരാണ് കൂടുതലായും ദർശനത്തിന് എത്തുന്നത്. ഇപ്പോൾ ശ്രീകോവിലിന് സമീപമുള്ള ആ കാഴ്ച കാണാം. വലിയ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല. അയ്യപ്പ ഭക്തർ തന്നെ പറയുന്നത് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്താൻ 3 മുതൽ 4 മണിക്കൂർ വരെ സമയം എടുക്കുന്നതേ ഉള്ളൂ എന്നാണ്. അത് സാധാരണഗതിയിൽ ഉള്ള ഒരു സമയം തന്നെയാണ്. ഭക്ഷണം സംബന്ധിച്ചോ ലഘുഭക്ഷണം സംബന്ധിച്ചോ വെള്ളം സംബന്ധിച്ചോ ഒന്നും ഇതുവരെ ഒരു പരാതിയും ഇന്ന് രാവിലെ മുതൽ തന്നെ ഭക്തരൊന്നും ഉന്നയിക്കുന്നില്ല. ഏതായാലും ഇന്നിപ്പോൾ സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയം തന്നെയാണ്. ഫ്ലൈ ഓവറിലെ ദൃശ്യം കൂടി കാണാം. അവിടെയും അമിതമായിട്ടുള്ള തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല. സാധാരണഗതിയിലുള്ള തിരക്ക് മാത്രമേ ഉള്ളൂ. ഈ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം 5000 ആക്കി നിജപ്പെടുത്തിയതിലൂടെ അത് പോലീസിനെ സംബന്ധിച്ചും ഒപ്പം തന്നെ മറ്റ് സേനകളെ സംബന്ധിച്ചും ഈ തിരക്ക് നിയന്ത്രിക്കുക എന്നുള്ളത് കുറച്ചുകൂടി എളുപ്പമായിരിക്കുന്നു. ഇനിയിപ്പോൾ ഏതായാലും ദേവസ്വം ബോർഡിന് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാം. അതായത് 5000 എന്നുള്ളത് നമ്പർ കൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ പോലീസും RIF-ഉം ഒക്കെ ഒരു കരുതൽ നടപടികളിലേക്കൊക്കെ പോകേണ്ടി വരും. പക്ഷേ പൊതുവായി പറയുകയാണെങ്കിൽ ഇപ്പോഴും സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയം തന്നെയാണ്.